വലിയ രണ്ട് ഉരുൾപൊട്ടലുകൾ, വലിയ രണ്ട് തിരിച്ചടികൾ, അത് വലിയ രണ്ട് തിരിച്ചറിവുകളാവുന്നു തിരിച്ചുവരവുകൾ. നമസ്കാരം. ഹേമ കമ്മിറ്റിയും വയനാട്ടിലെ ഉരുൾപൊട്ടലും കേരളത്തിൻ്റെ പൊതുരംഗത്ത്, പൊതുബോധത്തിൽ, മാധ്യമ സംസ്കാരത്തിൽ ഗുണപരമായ മാറ്റം വരുത്താൻ കഴിയുമോ എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യം അതെത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും എത്രമാത്രം അധികാര കേന്ദ്രങ്ങൾ ഭയക്കുന്നു എന്നുള്ളതിനും തെളിയിക്കുന്ന ഒരുപിടി അനുഭവങ്ങളിലൂടെയാണ് ലോകമെന്ന് കടന്നു പോകുന്നത്. വ്യക്തിപരമായി ഒരു വലിയ വിലക്ക് നേരിടുന്ന ഒരാളാണ് ഞാൻ. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചർച്ച ചെയ്തു. വളരെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടവർ എന്ന്, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടവർ എന്ന് കരുതുന്ന കുറച്ച് ആളുകൾ, ബന്ധുക്കൾ, അധ്യാപകരും അടക്കമുള്ള കുറച്ച് ആളുകൾ സൃഷ്ടിച്ച വിലക്കും, അത്തരമൊരു വിലക്കിൽ വളരെ അടുത്ത ആളുകൾ എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ എല്ലാ ഘട്ടത്തിലും കൂടെ നിൽക്കും എന്ന് തോന്നുന്ന ആളുകൾ പുറന്തള്ളിയതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാധ്യമ സ്വാതന്ത്ര്യവും നേരിടുന്ന, മാധ്യമ പ്രവർത്തകർ നേരിടുന്ന ഭീഷണിയെക്കുറിച്ചും ഒപ്പം തൊഴിൽ നിഷേധത്തെക്കുറിച്ചുമെല്ലാം വളരെ ആഴത്തിൽ, വളരെ തീവ്രതയോടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. വിജി പെൺകുട്ടും മാധവ് ഗാഡ്ഗിലും തിരിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ മറന്നുപോയ വിജി പെൺകുട്ട്, അവിടെ നിന്നും ആണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു ചർച്ച എന്നതിനേക്കാൾ കൂടുതൽ ഇതൊരു വലിയ തിരിച്ചറിവാണ്. ലോകത്തെ ഏറ്റവും ഉന്നതമായ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന, പുരോഗമന സ്വഭാവം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ലിംഗനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇനിയും അകലെയാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവിലേക്കാണ് നമ്മൾ ഹേമ കമ്മിറ്റിയിലൂടെ എത്തിയത്. പ്രകൃതിയും ലിംഗനീതിയും ചേർന്ന് പോകുന്ന ഒരു സാമൂഹിക സാമ്പത്തിക ശാസ്ത്രം പാശ്ചാത്യ രാജ്യങ്ങളേക്കാൾ ആദ്യം സംഭവിക്കേണ്ടിയിരുന്നത് കേരളത്തിൽ. അതിന്നും സംഭവിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മൾ ഇവിടെ എത്തിയത്. അതോടൊപ്പം തന്നെയാണ് കേരളത്തിൻ്റെ പൊതുബോധത്തിൽ വീരാരാധനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നമ്മൾ കടക്കുന്നത്. കലാ സാംസ്കാരിക മേഖലയിലുള്ളവർക്ക് ഒരുപക്ഷെ പാശ്ചാത്യ ലോകത്തിലെ പോലെ ഒരു പരിധിക്കപ്പുറം ജനവിധിയെ, ജനങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു സംവിധാനമാണ് കേരളത്തിൽ. ഒരു അമാനുഷികനാകാൻ സ്വയം ശ്രമിക്കുന്ന ജോർജ് ക്ലൂണിയൊക്കെ നമ്മൾ അമേരിക്കയിൽ കാണുന്നുണ്ട്. എങ്കിൽ പോലും ഒരു വലിയ അളവോളം കലാമേഖലയ്ക്ക്, സിനിമയ്ക്ക് വലിയൊരു പൊതുബോധത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നൊരു ശക്തിയാകാൻ കഴിയാത്തതിൻ്റെ ഗുണങ്ങൾ കേരളം അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതിഭാശാലിയായ കലാകാരന്മാരെ സാംസ്കാരിക സമ്പത്തായിട്ട് കാണാനും കഴിഞ്ഞു. എന്നാൽ ഒരു അധികാര കേന്ദ്രമായിട്ട് സിനിമയ്ക്ക് മാറാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഏതോ മുറിയിൽ അടയ്ക്കപ്പെട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ നമ്മുടെ ഏതോ മുറിയിൽ വർഷങ്ങളോളം അടയ്ക്കപ്പെട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുന്നിലെത്തി. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലെ വലിയ വെളിപ്പെടുത്തലുകൾക്ക്, തൊഴിലിടങ്ങളുമായി ബന്ധപ്പെട്ട, തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾക്ക് ഇത് വഴിവെക്കുമെന്ന് നമ്മൾ കരുതിയിരിക്കുന്നു. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവ വികാസങ്ങളിലൂടെ മനസ്സിലാക്കുക. ഇതിലാദ്യത്തേതാണ് മാധ്യമങ്ങളുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഓണപ്പരിപാടി എടുത്താലും മറ്റേത് സാംസ്കാരിക പരിപാടി എടുത്താലും കർഷകർക്കോ സാമൂഹ്യ പ്രവർത്തകർക്കോ ഒരുപക്ഷെ രാജ്യത്തെ സേവിക്കുന്ന പട്ടാളക്കാർക്കോ പോലീസുകാർക്കോ ഇല്ലാത്തൊരു ഒരു പ്രാധാന്യം ചലച്ചിത്ര താരങ്ങൾക്ക് നൽകിയുള്ള ഒരു സംസ്കാരമായിരുന്നു കേരളത്തിലെ മാധ്യമ സംസ്കാരം. ആ മാധ്യമ സംസ്കാരമാണ് ഇന്ന് പൊളിച്ചെഴുത്തപ്പെടലിൻ്റെ വക്കിലേക്ക് എത്തുന്നത്. എന്നാൽ അത്ര ഒരു പൊളിച്ചെഴുതലിന് മാധ്യമമുള്ള
ഔന്നത്യമോ ആദർശത്യമോ മാധ്യമങ്ങൾക്കില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. ബിംബങ്ങൾ നമ്മൾ എങ്ങനെ നിർമ്മിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചർച്ചകളിലേക്ക്, അല്ലെങ്കിൽ ബിംബങ്ങൾ നിർമ്മിക്കപ്പെടേണ്ടതാണോ ഉണ്ടായി വരേണ്ടതാണുള്ള ചർച്ചകളിലേക്ക് കൂടി നമ്മൾ കടക്കേണ്ടത് ഈ ഒരു ഘട്ടത്തിലാണ്. അവിടെ നിന്നുമാണ് നമ്മൾ തൊഴിൽ അവകാശങ്ങളെക്കുറിച്ചും തൊഴിൽ സംബന്ധമായ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇതിൽ ആദ്യത്തേതാണ് എക്സിനും ടെലിഗ്രാമിനും നേരിടേണ്ടി വരുന്ന വിലക്കുകൾ. ഇതെല്ലാം സംഭവിക്കുന്നത് ഏകാധിപത്യ രാജ്യങ്ങളല്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റഷ്യ പോലെയോ അഫ്ഗാനിസ്ഥാൻ പോലെയോ ഒരു ഏകാധിപതികളോ മതരാഷ്ട്രവാദികളോ ഭരിക്കുന്ന രാജ്യങ്ങളിൽ മാത്രമല്ല ഇത്ര അനുഭവങ്ങൾ എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ നിഗൂഢതയെ, നീണ്ട കൈകളെ, അവയുടെ നിക്ഷിപ്ത താല്പര്യങ്ങളെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ആകുലതയോടെ കാണുന്നുണ്ട്. എങ്കിൽ പോലും അത്തരം സംവിധാനങ്ങളെ വിലക്കാൻ, അവ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നു എന്ന പേരിൽ വിലക്കാൻ അധികാര കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നു എന്നിടത്ത് ഒരു സമാന്തര മാധ്യമ സംവിധാനമായി, അല്ലെങ്കിൽ ഒരേ ഒരു മാധ്യമ സംവിധാനമായി സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പ്രസക്തി തന്നെ വലിയ അളവോളം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അധികാരികളെ ചോദ്യം ചെയ്യാനോ വിലക്കപ്പെട്ടത് എന്ന് അധികാര കേന്ദ്രങ്ങളോ പൊതുബോധമോ നിർവഹിച്ചിട്ടുള്ളവയെക്കുറിച്ച് സംസാരിക്കാനും എതിർക്കാനും കഴിയുന്ന ഒരേ ഒരു ഇടം സാമൂഹ്യ മാധ്യമങ്ങളായി മാറി എന്നുള്ളത് മാധ്യമങ്ങൾക്ക് ഒരു തിരിച്ചറിവിലുള്ള സമയം. ഇത്തരം വിലക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊഴിൽ നിയമങ്ങളെക്കുറിച്ചും തൊഴിൽ സമയത്തെക്കുറിച്ചുമുള്ള പുതിയ കാഴ്ചപ്പാടുകളാണ്. മാധ്യമപ്രവർത്തകരുടെ ജോലിക്ക് നൽകേണ്ട സുരക്ഷയെക്കുറിച്ച്, സംരക്ഷണത്തെക്കുറിച്ചുള്ള വലിയൊരു ചർച്ചയിലേക്കാണ് നമ്മൾ ഇവിടെ കടന്നു ചെന്ന് പോകേണ്ടത്. ഇത് എല്ലാ മേഖലയിലും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ സമൂഹത്തോട് നേരിട്ട് സംവദിക്കുന്ന മാധ്യമങ്ങളിലും, അത് കലാമാധ്യമങ്ങളായാലും വാർത്താ മാധ്യമങ്ങളായാലും, അവയ്ക്കിടയിലെ തൊഴിൽ സ്വാതന്ത്ര്യം എന്നത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഉയർന്നു വരേണ്ടതുണ്ട്. തൊഴിൽ രീതികൾ ലോകമെമ്പാടും മാറുകയാണ്. തൊഴിൽ സമയം ലോകമെമ്പാടും മാറുകയാണ്. ഒരു ദിവസം ഒരാഴ്ച 4 ദിവസം മാത്രം ജോലി ചെയ്യേണ്ടതിനെക്കുറിച്ചും, ഏറ്റവും കുറഞ്ഞ കാലം ഏറ്റവും സർഗാത്മകമായി ജോലി ചെയ്യേണ്ടതിനെക്കുറിച്ചും, കൂടുതൽ കാലം ജോലി ചെയ്യുകയാണ്, കുറഞ്ഞ കാലം ജോലി ചെയ്യുകയാണ്, കൂടുതൽ സമയം ജോലി ചെയ്യുകയാണ് തുടങ്ങിയ ചർച്ചകളും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബ്രിട്ടനിലും അമേരിക്കയിലും മറ്റിടങ്ങളിലെല്ലാം നടക്കുന്നൊരു ഘട്ടത്തിൽ തൊഴിൽ സമയത്തെക്കുറിച്ചും തൊഴിൽ രീതികളെക്കുറിച്ചുമുള്ള പുതിയ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ തൊഴിൽ നിയമങ്ങളിൽ ലിംഗനീതിയുടെ പ്രാധാന്യം കൂടിയാണ് ജനാധിപത്യ സംവിധാനങ്ങൾ കൂടുതൽ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചകളിലേക്കാണ് നമ്മളിവിടെ എത്തേണ്ടത്. പടക്ക കമ്പനികളും ഖനികളും ശുചീകരണ തൊഴിലാളികളും CCTV ക്യാമറകളില്ലാത്ത ആശുപത്രികളും അധ്യാപകരും അല്ലെങ്കിൽ വിദ്യാലയങ്ങളും എല്ലാം ഉള്ള ഒരു രാജ്യത്ത് ശൈശവിവാഹവും ഭ്രൂണഹത്യയും പർദ്ദയും എല്ലാമുള്ള ഒരു രാജ്യത്ത് തൊഴിലവകാശങ്ങൾ എന്നത് ലിംഗനീതിയെ കൂടി, അല്ലെങ്കിൽ ലിംഗനീതി ഉറപ്പുവരുത്താതെ പൂർണ്ണമാവില്ല എന്നുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അത്തരം തിരിച്ചറിവുകളുടെ വഴിയായിട്ട് ഹേമയും ബംഗാളിലെ നിർഭയയുമെല്ലാം മാറേണ്ടിയിരിക്കുന്നു. തൊഴിൽ സുരക്ഷ, തൊഴിൽ സമയം, ഇവയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. തൊഴിൽ കരാറുകൾ മാറുകയാണ്, തൊഴിൽ രീതികൾ മാറുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ
വിദേശത്തേക്കുള്ള കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യും. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ പുതിയൊരു നയം ഉയർന്നു വരേണ്ട സമയം അതിക്രമിച്ചു. അവിടെയാണ് പൊതുസമൂഹത്തിൻ്റെ പൊതുബോധ്യത്തിൻ്റെ സർഗാത്മകതയുടെ ആദർശശുദ്ധിയുടെ അഭാവം നമ്മൾ അറിയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പൗരോഹിത്യം മുതൽ ദുർമന്ത്രവാദം വരെ അധികാര കേന്ദ്രങ്ങളാകാൻ കഴിയുന്ന ഒരിടത്ത് തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ ചർച്ചകൾ ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. ആ തൊഴിൽ നിയമങ്ങളിൽ ലിംഗനീതി വളരെ വലിയ പ്രാധാന്യത്തോടെ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ഇത് നമ്മൾ അറിയേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടി നിലകൊള്ളാൻ അതിനുള്ള സമയം കൂടിയാണ്. ഇത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ അവകാശങ്ങൾ എന്നുള്ളത് ഭൂമിയിലെ എല്ലാവർക്കുമുള്ള ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുന്നവരെ നേതാക്കന്മാരായി ആരാധ്യ ബിംബങ്ങളായി വിലയിരുത്താൻ കഴിയുന്ന സാഹചര്യം മാറേണ്ടിയിരിക്കുന്നു. അത്തരമൊരു തിരിച്ചറിവിലേക്കൂടെയാണ് നമ്മൾ എത്തേണ്ടത്. വയനാട്ടിലെ ഉരുൾപൊട്ടലായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടായാലും എല്ലാം കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത രീതി കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ടെലിഗ്രാമിൻ്റെയും ബ്രസീലിലെ ട്വിറ്ററിൻ്റെ അല്ലെങ്കിൽ എക്സിൻ്റെ വിലക്കും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഭരണകൂടങ്ങൾ എന്തിനെയാണ് ഭയക്കുന്നത്? ആ ഭരണകൂടങ്ങളിലേക്ക് മാധ്യമത്തിന് അംഗങ്ങൾക്ക് എങ്ങനെ കടന്നു ചെല്ലാൻ കഴിയും എന്നുള്ള പുതിയൊരു ചർച്ച ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിജയ് പെൺകുട്ടിൻ്റെയും മാധവ് ഗാഡ്ഗിലിൻ്റെയും നർഗേസ് മുഹമ്മദിയുടെയും VP സൂര്യയുടെയും എല്ലാം മുഖം നമ്മുടെ മുന്നിലേക്ക് എത്തും. ഈ മുഖം കേരളത്തിലെ TV ചാനലുകളിലൂടെ നമ്മൾ എത്ര വട്ടം കണ്ടു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ലോകത്തെ ഏറ്റവും ജീർണിച്ച മാധ്യമ സംസ്കാരമാണ് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത്. ആ മാധ്യമ സംസ്കാരത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് അമ്മ എന്ന സംഘടന അടക്കുന്നത്. എങ്കിൽ പോലും മുമ്പ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ട്രംപിൻ്റെയും ബിൽ ക്ലിൻ്റൻ്റെയും പേരിലുള്ള പുറത്തു പറയാൻ പറ്റാത്ത ആരോപണങ്ങൾ പൊതുമധ്യത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരു സംവിധാനം, കൊറോണയിൽ മരിച്ചവരുടെ കണക്ക് കൃത്യമായി പുറത്തുവിടുന്ന ഒരു സംവിധാനം. ഈ സംവിധാനങ്ങളൊന്നും സ്വയം അവകാശരാക്കുകയല്ല ചെയ്യുന്നത്, തങ്ങളുടെ സുതാര്യത അനാവരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരമൊരു സുതാര്യതയുടെ ശുദ്ധികലശത്തിൻ്റെ തെളിവായിട്ടാണ് നമ്മൾ അമേരിക്കയിലെ ട്രംപിൻ്റെ പേരുള്ള കേസായാലും കേരളത്തിൽ നടന്ന സംഭവവികാസങ്ങളായും കാണുന്നത്. സ്വയം ശുദ്ധീകരിക്കാനും സ്വന്തം തെറ്റുകൾ ഉയർത്തിക്കാട്ടാനുള്ള അവസരമായിട്ട് നമ്മൾ ഇതിനെ കാണും. അതിന് വിമുഖത കാണിച്ച ഭരണകൂടത്തെ ഇകഴ്ത്തുമ്പോഴും ഒരു സംവിധാനം, രാഷ്ട്രീയേതരമായൊരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ നമുക്ക് കാണാൻ കഴിയും. മറ്റെല്ലായിടത്തും നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റെല്ലായിടത്തും ഇതിനേക്കാൾ കൂടുതൽ നടക്കുന്നുണ്ടോ, ഞങ്ങളുടെ വിവരം പുറത്തു വിട്ടാൽ ഞങ്ങൾ മോശക്കാരാകുമോ എന്നുള്ള ചർച്ചകൾക്കെല്ലാം അപ്പുറം ആത്മവിമർശനം നടത്താൻ, സ്വന്തം പിഴവുകൾ തിരുത്താനുള്ള ഒരു അവസരമായിട്ട് എല്ലാവർക്കും ഇതിനെ കാണാൻ കഴിയും. ലിംഗനീതിയിലേക്കുള്ള, സുരക്ഷിതമായ തൊഴിലിടങ്ങളിലേക്കുള്ള, പൗരസ്വാതന്ത്ര്യത്തിലേക്കുള്ള വലിയൊരു യാത്രയായിട്ട് നമുക്ക് താങ്ക് യു.